ലോകത്ത് വർഗീയതല്ലാത്ത ആൾ മുത്ത് റസൂല. ആ മുത്ത് റസൂലിന് വേണ്ടി ഷഹീദായ എത്ര അന്യമതസ്ഥർ. ആദ്യമായി ഉഹുദിൽ ഷഹീദാകുന്നത് ഒരു ജൂതനാണ്. ആ ജൂതൻ അല്ലാഹു റസൂലിനെ ശത്രുക്കൾ പറഞ്ഞപ്പോൾ ഈ ഉഹദ് യുദ്ധത്തിൽ ഇയാൾ വന്ന് സഹായിച്ചു. എന്നിട്ട് ജൂതൻ എന്ത് ചെയ്തു? എന്നിട്ട് തന്റെ ജൂതന്മാരായ സഹോദരന്മാരോട് പറഞ്ഞു, ഞാൻ വലിയ ധനാഢ്യനാണ്, നിങ്ങൾക്കറിയാമല്ലോ, എന്റെ സകല സമ്പത്തും ഞാൻ മരിച്ചാൽ മുഹമ്മദ് നബിക്ക് നൽകണം. അവ്വലു വഖഫിൻ ഫിൽ ഇസ്ലാം വഖഫു ദാലികൽ യഹൂദി. മനസ്സിലായില്ല? ഇസ്ലാമിൽ ആദ്യത്തെ വഖഫ് പറഞ്ഞു. ധൈര്യമായിട്ട് പറഞ്ഞു. എന്തിനു പിടിക്കണം? ഞാനല്ലേ പറയണേ. എന്തിനു പിടിക്കണേ? ഞാൻ ആക്ഷേപിക്കണം, ഇന്നെ ആക്ഷേപിക്കുക. ഇസ്ലാമിലെ ആദ്യത്തെ വഖഫ് ഒരു ജൂതനായ മനുഷ്യൻ ഉഹദ് യുദ്ധത്തിൽ കൊടുത്തതാണ്. ഇസ്ലാമിലെ ആദ്യത്തെ വഖഫ്. ആദ്യം ഇപ്പം നമുക്കൊക്കെ വഖഫുണ്ട്, വഖഫ് ബോർഡും ഉണ്ട്, പറയില്ലേ? വഖഫുണ്ട്, വഖഫ് ബോർഡുണ്ട്. ആദ്യത്തെ വഖഫ് അമുസ്ലിമിൻ്റെതാണ്. ആ ജൂതൻ അയാളെ വഖഫ് കൊടുത്തത്. അവ്വലു വഖഫിൻ ഫിൽ ഇസ്ലാം വഖഫു ദാലികൽ യഹൂദി. ആ യഹൂദിയുടെ വഖഫാണ് ഇസ്ലാമിലെ ആദ്യത്തെ വഖഫ്. എന്തുകൊണ്ട്? ഇത് വമാ അർസൽനാക ഇല്ല. അത് ശനിയാഴ്ച ദിവസമാണ് ഷഹീദാണ്. ശനിയാഴ്ച ശാബത്ത് നാളാ. ശാബത്ത് നാളിൽ സുനഗോഗിൽ നിന്ന് പുറത്ത് വരൂല. ആര്? ജൂതന്മാർ അന്ന് എവിടെ കൂടും പറ? അവരുടെ ആരാധനാലയത്തിൽ കൂടുന്ന ദിവസമാണ്. നമുക്ക് വെള്ളിയാഴ്ച പോലെയാണ് അവർക്ക് എന്ത്? ശനിയാഴ്ച. അപ്പൊ ശനിയാഴ്ച ഉഹദ് യുദ്ധത്തിൽ ശത്രുക്കൾ വളർന്നപ്പോ ഈ ജൂതനായ പാതിരി പ്രസംഗിച്ചു. പള്ളിനെ പുറത്തു വന്നിട്ട്, ഇന്നാരും പള്ളി കയറണ്ട, മുഹമ്മദിനെ രക്ഷപ്പെടുത്തണം, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബിയെ രക്ഷപ്പെടുത്തണം, ദൈവം നമുക്ക് കഞ്ഞി എന്നതാ, അവരെ രക്ഷപ്പെടുത്തണം. ഇന്ന് ശാപത്തിന് വേണ്ടി പള്ളിക്ക് വരണ്ട, പള്ളിയെ പൂട്ടി. ഉഹദ് യുദ്ധത്തിനോ അവരെന്നെ ആദ്യം ചെയ്തായിരുന്നു.